പത്മശ്രീ പുരസ്കാരം നേടിയ ചെറുവയൽ രാമന് കേരള കാർഷിക സർവകലാശാലയുടെ ഓണററി പ്രൊഫസർ പദവി ലഭിക്കും. പ്രൊഫസർ ഓഫ് പ്രാക്ടീസ് പദവിയിൽ ഒരു വർഷത്തേക്കാണ് അദ്ദേഹത്തിന് നിയമനം ലഭിക്കുക. കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദാണ് ഇദ്ദേഹത്തിന് ഇങ്ങനെ നിയമനം കിട്ടാൻ കാരണമാകുന്നത്. വൈസ് ചാൻസലർ ബി അശോക് ഇതുമായി ബന്ധപ്പെട്ട നിർദ്ദേശം നൽകി കഴിഞ്ഞു. ഞങ്ങളുടെ പ്രതിനിധി സുർജിത്ത് അയ്യപ്പത്ത് ചെറുവയൽ രാമൻ ഇന്ന് അനുഭവിക്കുന്ന സാമ്പത്തിക പരാധീനതകളെക്കുറിച്ച് വിശദമായ ഒരു വാർത്ത 24 ഈ അടുത്തിടെ സംപ്രേഷണം ചെയ്തിരുന്നു. അതിന് പിന്നാലെയാണ് കേരള കൗമുദി വാർത്ത കൊടുക്കുകയും മറ്റു മാധ്യമങ്ങളൊക്കെ ഇത് കൊടുക്കുകയും ഇത് ശ്രദ്ധയിൽപ്പെട്ട കൃഷി വകുപ്പ് മന്ത്രി ഇദ്ദേഹത്തിന് ഇങ്ങനെ പ്രൊഫസർ പദവി കൊടുക്കുകയും ചെയ്ത്. ഈ പ്രൊഫസർ പദവി ലഭിക്കുന്നതോടെ അദ്ദേഹത്തിന് കഴിഞ്ഞു പോകാനുള്ള പണം കിട്ടുമെന്നാണ് നമ്മുടെ വിശ്വാസം. മാത്രമല്ല അദ്ദേഹത്തിന് ലഭിച്ച പുരസ്കാരങ്ങൾ വയ്ക്കുവാൻ പോലും ഒരു നല്ല അലമാര പോലും ഇല്ലെന്നായിരുന്നു സുർജിത്തിൻ്റെ റിപ്പോർട്ട്. ആ വാർത്തയിലേക്ക്. പത്മശ്രീ കിട്ടുമ്പോൾ സത്യത്തിൽ നമുക്ക് സന്തോഷിക്കാണല്ലോ വേണ്ടത്. പക്ഷെ ഇതിപ്പം ദുഃഖത്തിലേക്ക് പോകുന്ന ലക്ഷണം കാണിക്കുന്നത്. കടുത്ത സാമ്പത്തിക ബുദ്ധിമുട്ട് മൂലം കൃഷി അവസാനിപ്പിക്കേണ്ടി വരുമോ എന്ന ആശങ്കയിലാണ് 75-കാരനായ ചെറുവയൽ രാമൻ. ഇക്കഴിഞ്ഞ 23-ന് 24 നൽകിയ വാർത്തയാണിത്. ഇതിൽ ചെറുവയൽ രാമൻ തുറന്നു പറഞ്ഞു തന്റെ സാമ്പത്തിക ബുദ്ധിമുട്ട്. അകത്തപ്പം 4 അലമാരയിൽ ഫുള്ള് മൊമെന്റുകളാണ് അകത്ത് കിടക്കുക. അത് മുഴുവനും മഴ പെയ്ത് ചോർന്നു കഴിഞ്ഞാൽ അത് മുഴുവൻ നാശമാവും. അതിപ്പം വെക്കാൻ പോലും സൗകര്യക്കുറവുണ്ട് എന്ന് പറയേണ്ടി വരും. ചെറുവയൽ രാമന്റെ സുഹൃത്തും കൊയിലേരി സ്വദേശിയുമായ ജ്യോതി പ്രസാദും കണ്ണൂർ സ്വദേശിയും സിനിമാ പ്രവർത്തകനുമായ അനീഷുമാണ് 24 വാർത്താ സംഘത്തോട് ഈ വിവരം അറിയിക്കുന്നത്. തൊട്ടടുത്ത ദിവസം വിവിധ പത്രമാധ്യമങ്ങൾ ഈ വാർത്ത പ്രസിദ്ധീകരിച്ചു. ഇതോടെ പല സന്നദ്ധ സംഘടനകളും ചെറുവയൽ രാമന് സഹായഹസ്തവുമായി മുന്നോട്ട് വരികയായിരുന്നു. ഇന്നലെ സർവകലാശാല സ്ഥാപക ദിനമായിരുന്നു. ഇതിനിടയിലാണ് കൃഷിമന്ത്രി പി പ്രസാദ് പ്രൊഫസർ പദവി നിർദ്ദേശം മുന്നോട്ട് വെച്ചത്. പ്രൊഫസർ ഓഫ് പ്രാക്ടീസ് പദവിയിലെത്തുന്നതോടെ ചെറുവയൽ രാമന് സർവകലാശാല നിർദ്ദേശിക്കുന്ന ഓണററിയും ലഭ്യമാകും. സംസ്ഥാനത്ത് ആദ്യമായാണ് ഒരു കർഷകന് ഈ പദവി ലഭിക്കുന്നത്. അമ്പലവയൽ കാർഷിക ഗവേഷണ കേന്ദ്രം, സർവകലാശാലയുടെ മറ്റു സെന്ററുകൾ എന്നിവിടങ്ങളിൽ കേന്ദ്രീകരിച്ചാകും രാമൻ ജോലി ചെയ്യേണ്ടി വരിക. തന്റെ കൃഷിയിടവും വീടുമെല്ലാം വരും തലമുറയ്ക്കുള്ള പാഠശാലയാക്കി മാറ്റിയ ചെറുവയൽ രാമനൊപ്പം ഈ നാട് നിലയുറപ്പിക്കുന്നു. 24 വയനാട്. എന്തായാലും നല്ലൊരു തീരുമാനമാണ് കൃഷി വകുപ്പ് എടുത്തത്. കാര്യം പത്മശ്രീ പോലുള്ള പുരസ്കാരങ്ങൾ നേടിയിട്ടും അദ്ദേഹത്തിന് പട്ടിണി മാത്രം ബാക്കിയാകുന്നു എന്ന് വരാൻ പാടില്ല. നമ്മുടെ നാട്ടിലെ കൃഷിയെ സ്നേഹിക്കുന്ന കർഷക വൃത്തി ജീവിതചര്യയാക്കിയിട്ടുള്ള ആളുകൾക്കൊരു വെല്ലുവിളിയാകും. താങ്ക് യു മിനിസ്റ്റർ പ്രസാദ് ആൻഡ് ബി അശോക് IAS.